നമ്മുടെ ബീറ്റിലിനെ ഓഫ് റോഡ് വണ്ടിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മുടെ പാർട്സ് എല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോറിൽ ചെറിയൊരു കൺവേർഷൻ നമുക്ക് വരുത്തണം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ചേസ് ആണ്. അപ്പോൾ ചേസിന് വേണ്ട പാർട്സ് എല്ലാം നമ്മൾ PVC കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഇന്റീരിയറിലെ പാർട്ടും കൂടെ അതിലേക്ക് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മളിതിൽ സസ്പെൻഷനും കൂടെ ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു ഡമ്മി സസ്പെൻഷൻ ആണ്. ശരിക്കും ഈ ഒരു കമ്പിയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. മുമ്പിൽ ബമ്പർ വെക്കാനുള്ള പാർട്ടും അതുപോലെ തന്നെ ഒരു ബമ്പറും പിന്നെ ഒരു എഞ്ചിനും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു റൂഫ് റാക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വണ്ടീനെ ഫൈനലായിട്ട് ഒന്ന് അസംബിൾ ചെയ്യാം. കാരണം എല്ലാ പാർട്ടും പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കിതിൽ പെയിന്റിങ്ങും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ലക്കിലി നമ്മുടെ പാർട്സ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ വണ്ടിയുടെ ചേസ് നമ്മൾ സ്ക്രൂ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും റിപ്പയർ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. സസ്പെൻഷനൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഈ വണ്ടിയിൽ ഇനി എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ.